ഹായ് ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം. ഇപ്പോൾ പലർക്കുമുള്ള ഒരു ബുദ്ധിമുട്ട്, നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇവയുടെ പ്രിൻറ്റിങ് മുടങ്ങിക്കിടന്നത് മൂലം ധാരാളം ഈ പുതിയ ആപ്ലിക്കേഷൻസ് പെൻഡിങ്ങിൽ കിടക്കുകയാണ്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല, ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നില്ല. അപ്പോൾ ഇതെന്ന് ലഭിക്കും എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. എന്നാൽ അതിന് ഒരു മറുപടി നൽകാനായിട്ട് ഞാൻ മോട്ടോർ വാഹന വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്, ഈ ജൂലൈ അവസാനത്തോടുകൂടി മിക്കവാറും എല്ലാ പെൻഡിങ് കേസുകളും തീരും എന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ ആ പ്രിൻറ്റിങ് അത് പുനരാരംഭിക്കുകയും ഇപ്പോൾ അത് ഓൾമോസ്റ്റ് അതിൻ്റെ പകുതിയിലധികവും തീർന്നിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഇപ്പോൾ ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് അതിൻ്റെ ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തേ മതിയാകൂ. അല്ലാതെ ഈ പ്രത്യേകിച്ചും ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് പോലുള്ള ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് അതില്ലാതെ നടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്ര എമർജൻസി ആയിട്ടുള്ള കേസുകൾക്ക് നിങ്ങൾ അതാത് RTO ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, RTO കണ്ട് നിങ്ങളുടെ ഒരു അപേക്ഷ പ്രത്യേകം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ നടത്തി തരാനായിട്ടുള്ളൊരു സംവിധാനം അവർ ശരിയാക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇതിനു പുറമെ നമുക്ക് ഒരു ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ആണെങ്കിലോ അല്ലെങ്കിൽ RC സംബന്ധമായിട്ടുള്ള ഒരു പ്രോസസ്സ് ചെയ്തു, അപ്പോൾ ഈ ഒറിജിനൽ RC ലഭിക്കുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നമുക്കൊരു വാഹന പരിശോധകനെ ഇത് ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കുക? അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ ഈ ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റ് എന്നുള്ള ചാനൽ എല്ലാ വാഹന ഉടമകൾക്കും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വിഷയങ്ങളാണ് ഞാൻ ഈ വീഡിയോ വഴി അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഞാനിപ്പോൾ ഈ വീഡിയോസ് ഇടുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിലേക്കായിട്ട് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമ്പോൾ ജസ്റ്റ് ഒന്ന് ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇത് എത്തിക്കാനായിട്ടുള്ള ഒരു സൗമനസ്യം നിങ്ങൾ കാണിക്കുക. ഇത് മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇനി ഇതിനു പുറമെ നമുക്ക് ഒരു ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ആണെങ്കിലോ അല്ലെങ്കിൽ RC സംബന്ധമായിട്ടുള്ള ഒരു പ്രോസസ്സ് ചെയ്തു, അപ്പോൾ ഈ ഒറിജിനൽ RC ലഭിക്കുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നമുക്കൊരു വാഹന പരിശോധകനെ ഇത് ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കുക? ഇപ്പോൾ നമ്മുടെ ഈ പരിവാഹൻ സൈറ്റിൽ തന്നെ അതിനുള്ള ഒരു സംവിധാനമുണ്ട്. നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഒരു ഡീറ്റെയിൽസ്, അതിൻ്റെ ഒരു എക്സ്ട്രാക്റ്റ് പോലെ, അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് രീതിയിൽ അതിൻ്റെ വാലിഡിറ്റിയും നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും എല്ലാം കാണിക്കുന്ന ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് നൽകാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ ഈ പരിവാഹൻ സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന ഡീറ്റെയിൽസ് ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധമായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് DL സ്റ്റാറ്റസ് പരിവഹൻ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ DL സ്റ്റാറ്റസ് കിട്ടുകയും അതിൽ നിങ്ങൾ ഈ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പർ, അതിൻ്റെ ആ ഫോർമാറ്റിൽ തന്നെ ആ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ഒരു ക്യാപ്ഷയും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നിലവിലുള്ള ആ സ്റ്റാറ്റസ് ഇപ്പോൾ പുതുക്കാനായിട്ട് കൊടുത്തു, ഇത് പുതുക്കിയോ? അപ്പോൾ അതുകൊണ്ട് ഈ ഡീറ്റെയിൽസ് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ പേരിൻ്റെ സ്ഥാനത്ത് ആസ്റ്ററിക്സ് എല്ലാം ഉള്ള, കാരണം നിങ്ങളുടെ പേര് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ ഒരാളുടെ പേര് ഇപ്പോൾ സാം എന്നാണെന്നുണ്ടെങ്കിൽ S കഴിഞ്ഞിട്ട് ഒരു സ്റ്റാർ പിന്നീട് M. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലാണ് അതിൻ്റെ പേര് അതിൽ കാണിച്ചിട്ടുള്ളത്. ഇനി ഇത് നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കൃത്യമായ സ്റ്റാറ്റസ് അറിയാനായിട്ട് ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു വാഹനത്തിൽ സൂക്ഷിച്ചിരിക്കേണ്ട രേഖകൾ, പ്രത്യേകിച്ചും ഇപ്പോൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, അതിൻ്റെ ടാക്സിൻ്റെ ഡീറ്റെയിൽസ്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ്, ഇതെല്ലാം നമുക്ക് ഒരു വാഹന പരിശോധകനെ കാണിക്കാനായിട്ട് ഇന്ന് നമ്മുടെ മൊബൈലിൽ ഒരു M പരിവഹൻ, അതിപ്പോൾ നെക്സ്റ്റ് ജനറേഷൻ M പരിവഹൻ എന്നുള്ള രീതിയിൽ ഒരു പുതിയ അപ്ഡേഷനാണ് അതിലുള്ളത്. അപ്പോൾ അത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ M പരിവഹനിൽ നിങ്ങൾക്ക് ഈ 2 ഡീറ്റെയിൽസും നിങ്ങളുടെ പേരും നിങ്ങളുടെ ഫോട്ടോ അടക്കം കാണിക്കാനായിട്ടുള്ളൊരു സംവിധാനമുള്ളത് പലർക്കും അറിയാം. എങ്കിലും ഇനിയും അറിയില്ലാത്ത ആളുകൾ, ഇപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷ കൊടുത്തു, അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷൻ റിന്യൂവലിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തു, അത് ആ വാഹനം പരിശോധിക്കുന്ന വ്യക്തി നിങ്ങളുടെ കയ്യിൽ നിന്നും ഒറിജിനൽ രേഖകൾ കൈപ്പറ്റുന്നു, എന്നാൽ അതിന് ഒരു അക്നോളജ്മെൻറ്റും കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല. എനിക്ക് മോട്ടോർ വാഹന വകുപ്പിനോട് പ്രത്യേകം പറയാനായിട്ടുള്ളൊരു കാര്യം, ഇങ്ങനെ ഈ രേഖകൾ വാങ്ങിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ രേഖകൾ കൈപ്പറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനം തൃപ്തികരമായ രീതിയിൽ അത് പരിശോധിക്കപ്പെട്ടു, നിങ്ങൾക്ക് രജിസ്ട്രേഷൻ റിന്യൂവൽ ലഭിക്കും എന്നുള്ള രീതിയിൽ ഒരു അക്നോളജ്മെൻറ്റ് കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്ന് ഈ വാഹന പരിശോധനയെല്ലാം കഴിഞ്ഞ് രേഖകൾ വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു തെളിവും ആ ഫീസ് അടച്ചു എന്നുള്ള ഒരു തെളിവല്ലാതെ ഈ വാഹനം പരിശോധനയ്ക്ക് ഹാജരാക്കി അത് തൃപ്തികരമായിട്ട് പരിശോധന നടത്തി എന്ന് കാണിക്കുന്ന ഒരു രേഖയും ഈ വാഹന ഉടമയ്ക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു തികച്ചും തെറ്റായിട്ടുള്ള ഒരു രീതിയാണ്.
അപ്പോൾ അത് നൽകാനായിട്ടുള്ള സംവിധാനം ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് അത് ഏതെങ്കിലും വാഹന പരിശോധകനെ കാണിക്കാവുന്നതാണ്. ഇവിടെ ഈ രജിസ്ട്രേഷൻ റിന്യൂവലിന് വേണ്ടിയിട്ട് വാഹനം സമർപ്പിച്ചിട്ടുള്ള ആൾക്കും ചെയ്യാവുന്നത്, സാധാരണഗതിയിൽ ആ വാഹന പരിശോധകൻ അന്നേ ദിവസം തന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ റിന്യൂവൽ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പരിവഹനിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ അതിൻ്റെ എൻജിൻ നമ്പറും ചേസ് നമ്പറും ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വാഹനത്തിൻ്റെ വാലിഡിറ്റി ഡീറ്റെയിൽസ് അതിൽ കാണിക്കും. അവിടെയും നിങ്ങളുടെ പേര് കാണിക്കുന്നത് ഈ ഇടയ്ക്കിടയ്ക്ക് ആസ്ട്രക്സ് കൊടുത്തിട്ടുള്ള സ്റ്റാർ ഷേപ്പിലുള്ള ഇത് കൊടുത്തിട്ടുള്ള ഒരു പേരായിരിക്കും കാണുക. അതിൽ തന്നെ ഈ പരിവഹനിൽ തന്നെ നിങ്ങളുടെ വെർച്വൽ RC ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും, വെർച്വൽ ഡ്രൈവിംഗ് ലൈസൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പേരും ഈ വാഹനത്തിൻ്റെ എൻജിൻ നമ്പറും ചേസിസ് നമ്പറും അതിൻ്റെ രജിസ്ട്രേഷൻ്റെ വാലിഡിറ്റി, അതുപോലെ ഫിറ്റ്നസിൻ്റെ വാലിഡിറ്റി, ടാക്സിൻ്റെ വാലിഡിറ്റി, നിങ്ങളുടെ ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സംവിധാനം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇപ്പോഴും ചോദിക്കുന്നതാണ്, എനിക്ക് എങ്ങനെയാണ് ഇത് വാഹനത്തിൻ്റെ എൻ്റെ RC റിന്യൂ ചെയ്തോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ചെയ്യപ്പെട്ടോ, ഇത് എനിക്ക് അറിയാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ എന്താണ് അതിനൊരു ഉപാധി എന്നുള്ളതിന് തൃപ്തികരമായിട്ടുള്ളൊരു മറുപടിയാണിത്. അതുപോലെ തന്നെ ഡിജി ലോക്കറിലും ഇത് സാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളത് നിങ്ങളുടെ മൊബൈലിൽ ആ ആപ്പ് പ്രയോജനപ്പെടുത്തുക. ആ ആപ്പിൽ ലഭിക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഒരു വാഹന പരിശോധകനെ കാണിക്കാനായിട്ട് സാധിക്കും. ഇനി എത്ര നാൾ കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ RCയുടെ ഒറിജിനൽ പ്രിൻ്റ് വരുന്നത്, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വേവലാതിപ്പെടേണ്ട ഒരു കാര്യമില്ല. എല്ലാ വാഹന ഉടമകൾക്കും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വിഷയങ്ങളാണ് ഞാൻ ഈ വീഡിയോ വഴി അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഞാനിപ്പോൾ ഈ വീഡിയോസ് ഇടുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിലേക്കായിട്ട് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമ്പോൾ ജസ്റ്റ് ഒന്ന് ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇത് എത്തിക്കാനായിട്ടുള്ള ഒരു സൗമനസ്യം നിങ്ങൾ കാണിക്കുക. ഇത് മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള ഈ പുതിയ പുതിയ വിവരങ്ങളുമായിട്ട് ഞാൻ എന്നും എത്തുന്നതായിരിക്കും. അതുകൊണ്ട് വീണ്ടും കാണുന്നത് വരെ സ്റ്റേ സേഫ്. ബൈ.